ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴാണ് ഇവിടെ അപ്പനും മോനും കൂടി ഇത് വേറെ എന്തോ ഒരു സാധനം പറക്കിക്കൊണ്ട് കിടക്കുകയാണ്. അതെന്താണ് നമുക്ക് ആദ്യം പറഞ്ഞത് ഇതെന്തോന്ന് വന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞതിന് ശേഷം നീ ഇറങ്ങിയത്. അത് പഞ്ഞിയെന്ന്, ഇത് ഇലയങ്ങയിൽ വീണതാണ്. ഇത് കണ്ടോ, പഴയ കാലങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇലയങ്ങയാണ്, വലിയൊരു മരന്നിപ്പുണ്ട്, അവസാനം ഈ ഏരിയയിൽ ഈ ഒരു മരമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. അപ്പോൾ കണ്ടോ, അതിലുള്ള ഭംഗിയാണ്. പണ്ട് കാലങ്ങളിൽ അറിയാലോ നിങ്ങൾക്ക്, ഇപ്പോഴത്തെ കാലങ്ങൾക്ക് അറിഞ്ഞൂടെ ഇപ്പോഴത്തെ? അല്ലാതെ ആദ്യം പരിചയപ്പെടുത്തി കൊടു. ഞാൻ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും ഇത് ഒരിടവും കാണാനില്ല. അപ്പൊ ഇന്നത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഇത് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുത്ത് ചോദിച്ചത് എന്തോന്ന്, ഇത് എന്തിനു ഉപയോഗത്തിനുള്ളതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തായാലും എനിക്ക് അറിഞ്ഞൂടന്ന്. എന്നിട്ട് ഇപ്പൊ പറയണ് ഞാൻ പണ്ടേ അറിഞ്ഞത്. അപ്പൊ ഇവരിത് ഇവിടെ പഞ്ഞ് ശരിക്കും പറക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അയ്യോ മേനാ ഇപ്പൊ വള്ളി ചവിട്ടി വന്ന് വരുന്നേ. ഇപ്പൊ നമ്മള് ആദ്യം ഇതെല്ലാം പറക്കിയിട്ടതാണ്. ഇത് നിറയെ ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട്. മരം മുകളിൽ നിൽക്കുന്ന കുറച്ചേ ഉള്ളൂ, കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളെ വീട്ടിൻ്റെ അവിടെയും ഇതുപോലെ കാണാം. അപ്പം അപ്പനും മോനെ അതിസാഹസികമായിട്ട് മുള്ളുവേലിയൊക്കെ ചാടിയാണ് അതിനകത്ത് ഇറങ്ങിയത്. നമുക്ക് നോക്കട്ടെ. കാല് അയ്യോ രമണ നീ എന്താ സെറ്റാണ്, പക്ഷെ ഇവിടെ ചെറുതാണ്. നല്ല വലിയ സൈസൊക്കെ ഉണ്ടോ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടത്, വലിയ സൈസ് വീഡിയോ ഉണ്ടായിരുന്നല്ലേ. അതാണ് കണ്ടാ, ശരിക്കും ചെറിയ ചെറിയ ഇതിൽ നിന്ന് വരുന്നതാണ്. ഒരു പഞ്ഞി 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 ഒന്നും പണയ അറിഞ്ഞൂടെങ്കിലും പണയി വരുന്നു. ആദ്യം എവിടെ പോണേ മതി, കാല് മുള്ളു കുത്തും. അപ്പൊ നിങ്ങളെ നാട്ടിലും ഇതിനെ എന്ത് പേര് പറയും? എനിക്ക് ഇലയങ്കിയാണ് ഇതിന്റെ പേരെന്ന് സത്യം പറഞ്ഞ് അറിഞ്ഞൂടായിരുന്നു. ഇപ്പോഴാണ് ഇതിന്റെ പേര് വരെ ഞാൻ പഠിച്ചത്, പക്ഷെ കണ്ടിട്ടുണ്ട്. പഞ്ഞിമരം, പഞ്ഞിമരം എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞത്. നമ്മളൊരു പഞ്ഞിമരമായിട്ട് സങ്കല്പിക്കുക. ഇത് പല നാട്ടിലും പല പേരായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് ഇതിനെ പറയുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആലി പറയുന്നെങ്കിൽ ആലി എന്തിനു ആലി അപ്പോ തുടങ്ങി. ആലി എന്തിനു പറയാ ഇതിന്? അപ്പൊ നമുക്ക് ഷോർട്ട് വീഡിയോ എടുക്കാം. ഇറങ്ങി മുള്ളുവരി കൊടുത്തിരിക്കല്ലേ അതിനകത്ത്. എടാ കള്ള തുള്ളിത്തുള്ളി പോണ കുഞ്ഞിപ്പോയി. അപ്പം ഇത്രയും ഇലയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഇതിനെ വെച്ച് നമുക്കൊരു എന്തുണ്ടാക്കാം? സോസ്റ്റാ? എന്തോന്ന്? എടാ ഇത് വെച്ച് എന്തിനുണ്ടാക്കാന്ന്? നീ ആദ്യം എന്തിനാ പറഞ്ഞേ? സോസാ? വെരി ഗുഡ്. പുതിയ വേർഡുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളല്ല ആദി. അപ്പൊ അങ്ങനെ ആദിയുടെ ലോഡ് വണ്ടിയിൽ നമ്മൾ ലോഡ് കയറ്റുകയാണ്. എന്റെ ലോഡിങ്ങിന്റെ പൈസ എനിക്ക് തരണം കേട്ടോ. ഒരു ലോഡ് കൊണ്ട് ഇറക്കിയിട്ടൊരു ഇപ്പൊ 2-3 ലോഡിനുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ ക്രിയേറ്റിവിറ്റി, അതായത് നമ്മൾ ഇങ്ങനെ തൊഴിഞ്ഞ് കിടക്കുന്നതായിട്ട് ഞങ്ങൾ എടുക്കണം. ഞങ്ങൾ കാട്ടിൽ നിന്ന് പറക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിട്ട്, കാട്ടിൽ നിന്നല്ല മരത്തിൽ ഊട്ടിട്ട്, അവിടെ വെറും പുല്ലല്ലേ, അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ മതിയാ? ഓക്കെ. അപ്പൊ ഇത് ഷോർട്ട് വീഡിയോക്കാണ് കേട്ടോ. ഷോർട്ട് വീഡിയോക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടല്ലോ. ഓക്കെ, കാട്ടിക്കൂട്ടല്ലോ. അതൊന്ന് കാണിച്ചു ഇപ്പൊ എല്ലാം ആയില്ലേ? ഇല ഇങ്ങനെ കിടക്കുന്നു. ഇത് കൊണ്ട്, അതായത്
അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇത് ആദ്യം കാണിച്ചു കൊടുക്കണായിട്ടാണ് ഇലങ്ങി ഇവിടെ കിടക്കുന്നത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ലൊരു കിട്ടില്ല വീഡിയോ ആണ് ഇത് വരുന്നത്. ഷോർട്ട് വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, ഭംഗി വെച്ചിട്ട് ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് എന്താ അറിയാന്ന് പറയുന്നേ. അതല്ലേ നീ പറഞ്ഞ കുറച്ചെടുത്ത് നമ്മൾ ചില സോഫ്റ്റ് ആയിട്ട് കിടക്കുമെന്ന്. അല്ല, ഇത് വീഡിയോ എടുത്തിട്ട് എന്തിനു ചെയ്യും? എന്തിനു ചെയ്യണം? എന്തിനു ചെയ്യും? നിനക്ക് എന്തിനു വേണം? എന്തിനു ഉണ്ടാക്കും? നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ ഇത് വെച്ചിട്ട്. അപ്പൊ ആദ്യം ഒരു ബൈ ബൈ പറഞ്ഞേ. അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്ത ഒരുപാടുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയണ്ടേ? ആര് പറയും? അതാരെങ്കിലും പറയും. എടാ നമ്മളെന്നെ പറയണം, പറയടാ. അപ്പൊ ഉറപ്പായിട്ട് ഈ വീഡിയോ ഷെയർ ആദ്യം പറ. എല്ലാവർക്കും കമന്റ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും കമന്റ് ചെയ്ത് കൊടുക്കണം, നമുക്ക് മാത്രം കമന്റ് എല്ലാവരും കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഇനി ഒരു പുതിയൊരു വീഡിയോ എല്ലാവർക്കും കമന്റ് ചെയ്ത് കൊടുക്കണം, എല്ലാ വീഡിയോക്കും കമന്റ് ചെയ്ത് കൊടുക്കണം, നമുക്ക് മാത്രമല്ല. അല്ല, എല്ലാവർക്കും കമന്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കാണുന്ന വീഡിയോക്ക് എല്ലാം കമന്റ് ചെയ്യണം. നല്ല കമന്റ് മാത്രം ചെയ്യാതെ മോശം കമന്റുകൾ ചെയ്യണ്ട. അപ്പൊ ശരി. അപ്പൊ ആദിക്കുട്ടാ ബൈ പറ, ബൈ പറ. ബൈ ബൈ. അപ്പൊ ഇനി ഒരു പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ. ബൈ ബൈ.